ധന്യമീ ജീവിതം പതിവായി കാണുന്ന എൻ്റെ മിത്രങ്ങൾക്ക് നമസ്കാരം. അവിലും കൊണ്ടുപോയ കുചേലന്റെ കഥ വളരെ പ്രശസ്തം ആണ്. കുചേലനും കൃഷ്ണനും ഒരുമിച്ച് പഠിച്ചു. രണ്ടുപേരും രണ്ടു വഴിക്ക് ആയി. കുചേലൻ പൊതുവെ ദരിദ്രനായിരുന്നു, ഭക്തനായിരുന്നു. കൃഷ്ണൻ രാജപദവിയിൽ എത്തി. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. കൂടെ പഠിച്ച പലവരും എത്രയോ ഉയരങ്ങളിൽ എത്തും. അവര് കാറിൽ കയറാനായിട്ട് നിൽക്കുമ്പോൾ, ജനങ്ങൾ കാത്തു നിൽക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ പെട്ട അവരുടെ മുമ്പിൽ പെടാതെ മാറേണ്ടി വരും. കാരണം തിരിച്ചറിയുന്നത് മോശമല്ലേ എന്നുള്ളത് കൊണ്ട്. ഇത് ജീവിതത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ദാരിദ്ര്യം സഹിക്കാൻ വയ്യാതെ കുചേലൻ ഭാര്യയുടെ നിർദ്ദേശപ്രകാരം ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. കുറച്ച് അവിലും കൊണ്ടായിരുന്നു പോയത്. അവിടെ ചെന്നു. ആ കൃഷ്ണൻ അവില് ഭയങ്കര ഇഷ്ടമാണ് കൃഷ്ണന്. പക്ഷെ ഒരു പിടി വാരിയപ്പോഴേക്കും ഭാര്യ കൈ കയറി പിടിച്ചു. നീ അത് തിന്നണ്ട. എന്തായാലും പോയതിന്റെ ഉത്കർഷം കുചേലന് ഉണ്ടായി. കുചേലന്റെ ജന്മസ്ഥലം ഇപ്പോഴും അതേമാതിരി ഉണ്ട്, അതേപോലെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. സുധാമാപുരി എന്നാണ് പറയുക. സുധാമാപുരിയിൽ ഞാൻ പോയി. അവിടെ ചെന്നപ്പോ അവിടുന്ന് ഒരു 40 കിലോമീറ്റർ ഉണ്ട് ദ്വാരകയിലേക്ക്. അപ്പൊ കുചേലൻ നടന്നിരിക്കുന്നത് 40 കിലോമീറ്റർ ആണെന്നുള്ളത് ഏകദേശം ഊഹിക്കാം. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. ഈ അവിലും കൊണ്ട് പോവേന് അത് കൃഷ്ണൻ സ്വീകരിച്ചു. കുചേല ദിനം ആചരിക്കുന്നുണ്ട്. കൃഷ്ണന് അവില് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കിയെടുക്കാണ്ട്? ഒരുമിച്ച് പഠിച്ച രണ്ട് സുഹൃത്തുക്കളുടെ ആ കഥ പറയുമ്പോൾ കൃഷ്ണനെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് അവിലും കൊണ്ടുപോയാൽ നമുക്കും എന്തെങ്കിലും സമ്പത്ത് കിട്ടുന്നതാണോ ഗുണപാഠം? എങ്കിൽ പിന്നെ എന്തേ ഇത്ര കാലം കൃഷ്ണൻ ഇത് അറിഞ്ഞുകൊണ്ട് കുചേലനൊന്നും ചെയ്തു കൊടുത്തില്ല? ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നാം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഈ കുചേലൻ എന്ന് പറഞ്ഞാൽ ആ സുധാമാവ് എന്ന് പേരിട്ടു. നാട്ടുകാർ കുചേലൻ എന്നാണ് വിളിക്കുക. ഇന്ന് നാട്ടുകാർ ഓരോ പേരോരുത്തരെ വിളിക്കുമല്ലോ. ആ പേരാവില്ലല്ലോ അച്ഛനമ്മയിട്ടുണ്ടാവുക. സുധാമാവ് എന്ന് പേരാണെങ്കിലും മുഷിഞ്ഞ വസ്ത്രം, കീറിയ വസ്ത്രം ധരിച്ച് കിടന്നപ്പോ ആ കീറ മുണ്ടും ധരിച്ച് നടക്കുന്ന ആളെ നാട്ടുകാർ വിളിച്ചു കുചേലനായി. ആദ്യത്തെ ഗുണപാഠം, നമ്മള് പെരുമാറ്റവും രീതിയും അനുസരിച്ചാണ് ആളുകൾ വിലയിരുത്തുക. പേരെത്ര കേമായിട്ടൊന്നും കാര്യമില്ല. ഈ ദുര്യോധനന്റെ പേര് ദുര്യോധനൻ എന്നല്ല, സുയോധനൻ എന്നാ. എന്താ ഒരുമിച്ച് പഠിച്ച് പിരിഞ്ഞതിന് ശേഷം എന്നും എന്റെ കൂടെ ഒരുമിച്ച് പഠിച്ചാണല്ലോ കൃഷ്ണൻ. അതുകൊണ്ട് കൃഷ്ണനെ കാണണം എന്നൊരു ചിന്ത ഉള്ളിലുണ്ട് കുചേലന്റെ. നമ്മുടെ അകത്ത് അങ്ങനെ കുറെ ധാരണകളില്ലേ. എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, അത് അവിടെ തന്നെ കിടക്കും. ഇന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ പോകണം, ഇന്ന ആളെ കാണണം, ഇങ്ങനെയൊക്കെ ഒരു ധാരണ നമ്മളിൽ ഉണ്ട്, ഉള്ളിൻ്റെ ഉള്ളില്.
പ്രാവർത്തികമാവില്ല. അതിങ്ങനെ മനസ്സിൽ കിടക്കും, അടുത്താണ്, അപ്പൊ അവളെ നമ്മൾക്ക് പിന്നീട് പോവാം, നീട്ടിവെക്കും. എവിടേക്ക് ചെല്ലണമെങ്കിലും ആ വ്യക്തി മനസ്സുകൊണ്ട് വിളിക്കണം. വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകാൻ അവിടുത്തെ ദേവത വിളിക്കണം. ആ ദേവത വിളിച്ചാലേ പോവാനായിട്ട് കഴിയും. ഈ കുചേല കഥയുടെ ഓരോ വാക്കിനും നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട അർത്ഥം ഉണ്ട്. 100% ഭക്തിമാർഗത്തിലാണ് കുചേലൻ ജീവിച്ചത്. മഹർഷിയുടെ ആശ്രമത്തിൽ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അവിടുത്തെ പഠനം എന്ന് പറഞ്ഞാൽ 8, 4, 12 പഠിക്കുകയല്ല. ഗുരുപത്നി പറഞ്ഞാൽ വിറക് കയറാൻ പറയും, നീ പോയിട്ട് പശുവിനെ നോക്കെന്ന് പറയും, ആ ജോലി ചെയ്യലാണ്. അങ്ങനെയാ പഠിക്കേണ്ടത്. ആയുർവേദം മുതൽക്ക് എല്ലാ കാര്യവും അമ്മാവന്റെ ആജ്ഞ അനുസരിച്ച് മരുവം ചെയ്യും, കൂടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആ കാലശേഷം വരുന്നത്. പ്രാവർത്തിക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിജ്ഞാനം എന്നാണ് അർത്ഥം. ഇത്രയേ ഉള്ളൂ. പ്രാവർത്തികമായ ജീവിതത്തിലേക്ക് വരുന്ന വിജ്ഞാനമാണ് ഗുരുകുല വിദ്യാഭ്യാസം. ഇനി ഇതിന്റെ ഒരു മറുവശം, ഒരു കാലത്ത് നമ്മൾ ഇത് കേൾക്കുന്നവരൊക്കെ എവിടെ കിടന്നത്? ഏകനായിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നിട്ടാണ് ഒരു കുട്ടി പുറത്തേക്ക് വരുന്നത്. 9 മാസം നമ്മുടെ ഫ്രണ്ട് ആരായിരുന്നു? ഒരു ഫ്രണ്ട്, ഒരു ശക്തി വിശേഷം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കേൾക്കുമ്പോൾ പുറം ലോകം കാണുന്നില്ല, കണ്ണടച്ചാണ് കിടക്കുന്നത്. ഒരു ശിശുവിന്റെ ജനനം മാതിരി അത്ഭുതം ഇല്ല. ചിലപ്പോ കൃമികീടങ്ങൾ കുത്തുകയോ ഒക്കെ ചെയ്യും. അനങ്ങാൻ പറ്റുമോ? കൈ അനക്കാൻ പറ്റുമോ? വളരെ വലിയൊരു ഫ്രണ്ടിന്റെ സത്സംഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ കാലത്ത്. അത് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിലേക്ക് വന്നതിന് ശേഷം നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, ആ ഫ്രണ്ടിനെ കാണാനില്ല. ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോഴാണ് ഫ്രണ്ട്. ആ ഫ്രണ്ടിനെ ഒന്ന് കാണാൻ പറ്റിയ നന്നായിരുന്നു. നമ്മളൊക്കെ ചിന്തിക്കാറില്ലേ, ഇപ്പൊ എവിടെയാണ്? പലവരും ഞാൻ ആലോചിക്കാറുണ്ട്, അവരെ കാണാറുമില്ല, അടുത്തേക്ക് വരൂല്ല, അവരെവിടെയാണെന്ന് അറിയില്ല. ഇപ്പൊ എവിടെയായിരിക്കും? ഇത്ര മഹാനായൊരു ഗുരു എന്നെ സഹായിച്ചിട്ടില്ല. ആ ഏറ്റവും വലിയ ശക്തിവിശേഷത്തെ കാണാനുള്ള ഒരാഗ്രഹം മനസ്സിൽ ഉണ്ട്. പക്ഷെ ആള് എവിടെ എന്താന്ന് അറിയാത്തതുകൊണ്ട് വഴി തെറ്റിപ്പോണു. ഒരാളുണ്ട്, പേര് മാത്രമേ അറിയുള്ളൂ, എവിടെ അറിയില്ല. എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് ഈ ആളെ കാണണം എന്നുള്ളിൽ ആഗ്രഹമുണ്ട്, പേര് മാത്രം മനസ്സിലുണ്ട്, യോഗം വരുന്നില്ല. ഈ വഴി തെറ്റലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ. എല്ലാവരും ആ വ്യക്തിയെ അന്വേഷിക്കുകയാണ്. ആ വ്യക്തിയെ അന്വേഷിച്ച് ചിലവർ ക്രിമിനൽ കേസിൽ പ്രതിയാവണം, ചിലവർ വഴക്കുണ്ടാക്കുന്നു. ഏത് കർമ്മം ചെയ്യുമ്പോഴും ആ വ്യക്തിയെ അന്വേഷിക്കുകയാണ് ചെയ്യണത്. പരാശക്തിയെ അന്വേഷിക്കുന്നതാണ് കർമ്മങ്ങൾ മുഴുവൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒത്തുചേർന്നു പരമാത്മാവിനെ കണ്ടളയാം. അതിന്റെ കാരണമാണ് ഭാര്യയും ബാക്കിയുള്ളവരാണ്. അതിനർത്ഥം സംസാര സാഗരത്തിൽ വരുമ്പോൾ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് പത്നി.
അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു സജഷൻ ഉണ്ടാകും. ആ സജഷൻ കിട്ടി. യഥാർത്ഥത്തില് അവില് കൊണ്ടുപോകാനുള്ള സാമ്പത്തികത ഇല്ല, അതിന് കുറച്ച് നെല്ല് വേണം, അത് വറുക്കണം. അത് അയൽവാസികൾ സഹായിച്ചത് കൊണ്ടാണ് ഇത് കൊണ്ട് സുദാമാവിന് ദ്വാരകയ്ക്ക് പോകാനായിട്ട് സാഹചര്യം ഉണ്ടായി. ഈ യാത്ര നമ്മുടെ ജീവിതയാത്ര തന്നെ ആണ്. ആ യാത്രയെക്കുറിച്ച് ഇതിപ്പോ സമയം അതിക്രമിച്ചു. അടുത്ത എപ്പിസോഡിൽ തന്നെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് സബ്ജക്റ്റിന്റെ പ്രാധാന്യവും ജീവിതമായിട്ടുള്ള ബന്ധം പറഞ്ഞോളാന്ന് പറഞ്ഞ് വാക്കുകൾ സംവദിക്കുന്നു. നമസ്കാരം.